ഒരു ജില്ലയുടെ പകുതിയോളം വരുന്നതും ഏകദേശം 60 മൈൽ നീളവും മറ്റൊരു 60 അതിലധികമോ വീതിയുമുള്ള പ്രദേശത്ത് 3 മാസക്കാലം നരവേട്ട നടത്തുകയും അവിടെയുള്ള ജനങ്ങളിൽ ഭയം എതിർക്കുകയും ചെയ്ത ഒരു കടുവയുടെ കഥയാണിത്. ഈ നരഭോജിയുടെ കിരാത ഭരണകാലം താരതമ്യേന ഹ്രസ്വമായിരുന്നുവെങ്കിലും അത് വിതച്ച നാശവും അതിൻ്റെ വേഗതയും അപാരമായിരുന്നു. ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ രാമപുരത്തെ കടുവ അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള 3600 ചതുരശ്ര മൈലിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഏതു നിമിഷവും പ്രത്യക്ഷപ്പെടുമായിരുന്നു. ധീരന്മാരായിട്ടുള്ള പല ശിക്കാരികളും ഇവനെ അന്വേഷിച്ച് ഊടാടി അലഞ്ഞെങ്കിലും ആർക്കും അതിനെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ ഈ കടുവയുടെ അന്ത്യവും വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒന്നാണ്. വടക്കൻ കോയമ്പത്തൂർ ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കുന്നുകളും വനങ്ങളും അതിരിട്ട് നിൽക്കുന്നതാണ്. കോയമ്പത്തൂരിലെ സമതലങ്ങളിലേക്ക് താഴ്ന്നു വരുന്ന ഈ പ്രദേശം തെക്കൻ അതിർത്തികളിൽ എത്തുമ്പോൾ പൊടുന്നനെ കിഴക്കാൻ തൂക്കായിട്ട് മേലേക്ക് ഉയരുന്നു. അതാണ് ഡിംബം. ഇതിൻ്റെ അതിർത്തി ഇവയാണ്: തെക്ക് പടിഞ്ഞാറായിട്ട് നീലഗിരി, പടിഞ്ഞാറ് മൈസൂരിലെ കൊടും വനങ്ങൾ, വടക്ക് പടിഞ്ഞാറ് നോക്കിയാൽ മറ്റൊരു ഉയർന്ന മലനിരകൾ കാണാം. ബിലിഗിരി രംഗൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാവേരി നദി ഈ ദേശത്തിലൂടെ വടക്കോട്ടും വടക്ക് കിഴക്കോട്ടും പിന്നെ കിഴക്കോട്ടുമായിട്ട് ഒഴുകുന്നു. നദി ഒഴുകുന്ന ഇരു കരകളിലും അന്ധകാരാവൃതമായിട്ടുള്ള നിബിഡ വനമാണ്. മാംസഭുക്കുകളും അതുപോലെ നരഭോജികളും നിറഞ്ഞ ഈ ദേശത്തിൻ്റെ കിഴക്കും വടക്ക് കിഴക്കും അതിരുകൾ സേലം ജില്ലയിലെ കൊടും വനവുമായിട്ട് സന്ധിക്കുന്നു. വടക്കൻ കോയമ്പത്തൂർ ജില്ലയിൽ ആകമാനം നോക്കിയാൽ പട്ടണം എന്ന പേരിന് യോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അതാണ് കൊല്ലകൽ. കാവേരിയിൽ നിന്നും 8 മൈൽ അകലെയായിട്ട് ജില്ലയുടെ വടക്ക് പടിഞ്ഞാറായിട്ടാണ് കൊല്ലകൽ പട്ടണം ഉള്ളത്. കൊല്ലകലിൽ നിന്നും 4 റോഡുകൾ വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നു. വടക്കോട്ടും പടിഞ്ഞാറോട്ടും പോയാൽ മൈസൂർ ജില്ലയുടെ കീഴിലുള്ള പ്രദേശത്ത് എത്തുവാനാകും. എന്നാൽ നമ്മുടെ കഥയ്ക്ക് ആ പ്രദേശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തെക്കോട്ട് അധിക ദൂരമൊന്നും പോകേണ്ടതില്ല നിങ്ങൾക്ക് ബിലിഗിരി രംഗം കുന്നുകളുടെ കിഴക്കൻ ചെരുവിൽ എത്തുവാനായിട്ട്. അവിടെ നിന്നും 17 മൈൽ സഞ്ചരിച്ചാൽ താരതമ്യേന വലിയ ഗ്രാമമായിട്ടുള്ള ലോക്കനഹള്ളിയിൽ എത്തുവാനായിട്ട് കഴിയും. ലോക്കനഹള്ളിയിൽ നിന്നും ബയലൂരിലേക്ക് എത്തുവാനായിട്ട് വീണ്ടും ഒരു 13 മൈലിലധികം യാത്ര ചെയ്യണം. ഈ പ്രദേശം കാട്ടുപോത്തുകളുടെ വിഹാരഭൂമിയാണ്. അങ്ങനെ സഞ്ചരിച്ചൊടുവിൽ 48-ാം നമ്പർ മൈൽക്കുറ്റിയെ സമീപിക്കുമ്പോൾ ഉറപ്പിച്ചു കൊള്ളുക, നിങ്ങൾ ഹസൻപൂർ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയത്. അവിടെ നിന്നും അല്പദൂരം പോയാൽ ഡിംബം കടന്നു വരും. ഡിംബവും കൊല്ലകലും തമ്മിലുള്ള അകലം 52 മൈലാണ്. കൊല്ലകളിൽ നിന്നും തെക്ക് കിഴക്ക് പോകുന്ന 4ാമത്തെ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏകദേശം 25 മൈൽ കഴിയുമ്പോൾ രാമപുരം എന്ന ഗ്രാമം കടന്നു വരും. രാമപുരത്ത് വെച്ച് ഈ റോഡ് തെക്കോട്ട് തിരിഞ്ഞ് ബർഗൂർ എന്ന സ്ഥലത്തേക്ക് പോകുന്നു. ബർഗൂറിൽ നിന്നും 24 മൈൽ സഞ്ചരിച്ചാൽ താമരക്കരയിലെത്താം. വീണ്ടും ഒരു 5 മൈൽ കൂടി പോയാൽ അതുവഴി ഡിംബം ഗ്രാമം സ്ഥിതി ചെയ്യുന്ന കിഴക്കാന്തൂക്കായിട്ടുള്ള മലയുടെ തെക്ക് കിഴക്കൻ ചെരുവിലെത്തും. അവിടെ നിന്നും മുൻപോട്ട് പോയാൽ ആണ്ടിയൂർ എന്ന സ്ഥലത്ത് വരും. ആകെ മൊത്തം നോക്കിയാൽ 81 മൈൽ ദൂരം വരും ഈ വഴിക്ക്. കൊല്ലേകൽ ലോക്കനഹള്ളി ബയലൂർ ഡിംബം പാതയിൽ വളരെ വിരളമായിട്ടുള്ള ലോറി ഗതാഗതവും വളരെ കുറഞ്ഞ പ്രതിദിന ബസ് സർവീസുമുണ്ട്. എന്നാൽ രാമപുരം, താമരക്കരി, ആണ്ടിയൂർ എന്നിവിടങ്ങളിലേക്കുള്ള റോഡുകൾ വളരെ മോശമായതുകൊണ്ട് ജീപ്പുകളോ പഴയ രീതിയിലുള്ള ഉയർന്ന ക്ലിയറൻസ് ഉള്ള അമേരിക്കൻ കാറുകളോ ഒഴിച്ച് മറ്റൊരു വാഹനവും അതിലൂടെ സഞ്ചരിക്കില്ല. അവസാനത്തെ 60 മൈൽ റോഡിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ്. പാറക്കല്ലുകൾ വഴിയിലെമ്പാടും ചിതറിക്കിടക്കുന്ന പൊടുന്നനെ കുത്തനെ ഉയർന്നും അതുപോലെ താഴ്ന്നും പോകുന്ന ഈ പ്രദേശത്തു കൂടിയുള്ള യാത്ര വളരെ ഭയാനകമാണ്. കാളവണ്ടികളുടെ ചക്രങ്ങൾ ഓടി ആഴത്തിലുള്ള ചാലുകൾ തീർത്ത വഴിയുടെ ഇരുവശവും ഇടതൂർന്ന വനമാണ്. ഒടുവിൽ ഇത് ഇടുങ്ങിയ ഒരു പാതയായിട്ട് മാറും. വഴിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന പടുകൂറ്റൻ മുളങ്കാടുകളും ഇടയ്ക്കിടയ്ക്ക് പാതയെ പകുത്തുകൊണ്ട് മണലും കല്ലും കൂട്ടങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് ഒഴുകിപ്പോകുന്ന കാട്ടരുവികളും ഈ യാത്രയിൽ ഇടവിട്ട് കാണാം. വിശാലമായിട്ടുള്ള താഴ്വാരങ്ങളിലൂടെ പടുകൂറ്റൻ മുളവനങ്ങൾക്കിടയിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ മുളം തണ്ടുകൾ കാറിൻ്റെ മേലാപ്പിനെ തട്ടി കടന്നു പോകുന്നത് വ്യക്തമായിട്ടും അറിയുവാൻ കഴിയും. ഏറ്റവും ശക്തമായിട്ടുള്ള ഗിയർ ഇട്ട് മാത്രമാണ് ഇതുവഴിക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയൂ. അതുമൂലം റേഡിയേറ്റർ അനിയന്ത്രിതമായിട്ട് തിളയ്ക്കും. വഴിയുടെ കുറുകെ ചാഞ്ഞു കിടക്കുന്ന മുളയോ അല്ലെങ്കിൽ വഴിയിലേക്ക് ഒടിഞ്ഞു വീണിരിക്കുന്ന മരത്തിൻ്റെ ശിഖരങ്ങളോ കണ്ടാൽ വാഹനം നിർത്തിയ ശേഷം ഡ്രൈവർ ഇറങ്ങി കയ്യിൽ കരുതിയ കോടാലിയോ അല്ലെങ്കിൽ വെട്ടുകത്തിയോ ഉപയോഗിച്ച് തടസ്സം നീക്കം ചെയ്യും. എന്നിട്ട് വേണം വണ്ടി മുൻപോട്ടെടുക്കുവാൻ. മറ്റു ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പാതയിൽ നിൽക്കുന്ന ഭീമാകാരം കാട്ടാനെ കണ്ടുവെന്ന് വരാം. അപ്പോൾ വീണ്ടും വാഹനം നിർത്തേണ്ടി വരും. പിന്നെയും ഗിയർ മാറി ഇതേ തടസ്സങ്ങൾ അടുത്ത സ്ഥലത്ത് കാണും വരെ ഓടിക്കണം. ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഈ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയില്ല. കടുവകൾ സാധാരണയായിട്ട് ഇടതൂർന്ന വനങ്ങളിൽ താമസിക്കുവാനായിട്ട് പൊതുവെ ഇഷ്ടപ്പെടാറില്ല. ചെറിയ അടിക്കാടുകളുള്ള സ്ഥലങ്ങളാണ് അവർ തിരഞ്ഞെടുക്കൂ. ഇത്തരം പ്രദേശങ്ങളിൽ ജീവിക്കുവാനായിട്ട് ആനകളും കാട്ടുപോത്തുകളുമാണ് സാധാരണ താല്പര്യപ്പെടാറ്. കടുവകൾ ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുവാനായിട്ട് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നിബിഡമായിട്ടുള്ള വനങ്ങൾ
ശ്രദ്ധാപൂർവം ഇരയെ പിന്തുടരുവാനായിട്ട് കടുവയെ തടയും. ഇരയുടെ നേർക്കുള്ള അവസാന നിമിഷത്തെ അതിശക്തമായിട്ടുള്ള കുതിച്ചുചാട്ടത്തിന് ഇത്തരം ഭൂപ്രകൃതിയും വലിയ തടസ്സമാണ്. രണ്ടാമത്തെ കാരണം, കടുവകളുടെ പ്രിയപ്പെട്ട ഇരകളായ എല്ലാ വർഗത്തിൽപ്പെട്ട മാനുകളും കാട്ടുപന്നികളും മറ്റു മൃഗങ്ങളും, അതോടൊപ്പം തീർച്ചയായിട്ടും ഗ്രാമീണർ വളർത്തുന്ന കന്നുകാലികളും ഉൾപ്പെടുന്ന ജീവികൾ ഇടതൂർന്ന കാടുകളിലേക്ക് പ്രവേശിക്കാറില്ല. മൂന്നാമത്തെ കാരണം, ഇത്തരം കനത്ത അടിക്കാടുകളിൽ ധാരാളം മട്ടകളും അതുപോലെ നിരവധി ഇനത്തിൽപ്പെട്ട ഈച്ചകളും ചെള്ളുകളുമുണ്ട്. കടുവകൾക്ക് ഈ ക്ഷുദ്രജീവികളോട് വലിയ വെറുപ്പാണ്. രാമപുരത്തെ നരഭോജി ഇവിടേക്ക് വന്നത് കാവേരി നദിയുടെ തീരത്തു നിന്നും 6000 അടി ഉയരത്തിലുള്ള പൊണച്ചി മലയിൽ നിന്നുമാണെന്ന് പറയപ്പെടുന്നു. ഈ മലയുടെ ചെരുവുകളിൽ ഷോളകന്മാരുടെയും അതുപോലെ മറ്റ് ഇന്ത്യൻ പ്ലാന്റർമാരുടെയും ഉടമസ്ഥതയിലുള്ള ഏതാനും ചെറിയ കാപ്പിത്തോട്ടങ്ങളുണ്ട്. അവർ പറഞ്ഞത് രാമപുരത്തെ നരഭോജി തൻ്റെ കരിയർ ആരംഭിച്ചത് സാധാരണ ഒരു കാലിക്കള്ളൻ എന്ന നിലയിലാണ്. ആ പ്രദേശത്ത് ജീവിക്കുന്ന കൂലിപ്പണിക്കാരുടെയും പ്ലാന്റേഴ്സിൻ്റെയും വളർത്തുമൃഗങ്ങളെ ആഹാരമാക്കുന്ന ദുശീലമാണ് ഇവൻ ആദ്യം വളർത്തിയെടുത്തത്. ഈ കടുവ അവരുടെ അനേകം കാലികളെ ആഹാരമാക്കി. അങ്ങനെ ഇരിക്കെ ധീരനായിട്ടുള്ളൊരു തോട്ടക്കാരൻ ഈ കടുവയുടെ ശല്യം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുവാനായിട്ട് കോയമ്പത്തൂർ പട്ടണത്തിൽ നിന്നും വളരെ ബലമുള്ള ഒരു വലിയ ജിൻ ട്രാപ്പ് വാങ്ങിക്കൊണ്ടുവന്നു. 2 നിരയോളം വരുന്ന അർത്ഥവൃത്താകൃതിയിൽ കൂർത്ത പല്ലുകളുള്ള ഈ കെണി ഇരുമ്പുകൊണ്ടാണ് നിർമ്മിച്ചത്. അത് തുറന്ന് വിടർത്തി വയ്ക്കുമ്പോൾ ഏകദേശം 2.5 അടിക്ക് മുകളിൽ വീതിയുണ്ടാവും. ഓരോ കൂർത്ത പല്ലുകൾക്കും 2 ഇഞ്ചോളം നീളമുണ്ട്. ഈ കത്രിക കെണി വിടർത്തി വെച്ച് ഹെയർ ട്രിഗർ ക്രമീകരണം വഴി ബന്ധിക്കും. ട്രിഗർ ഒന്ന് അയഞ്ഞാൽ മതി. ശക്തമായിട്ടുള്ള സ്പ്രിങ്ങിന്റെ സഹായത്തോടെ മിന്നൽ വേഗത്തിൽ ഈ 2 നിര പല്ലുകളും വലിയ ശബ്ദത്തോടെ ഒന്നിച്ചടയും. ഓരോ പല്ലും എതിർവശത്തെ പല്ലിന്റെ വിടവിൽ കൃത്യമായിട്ടും വന്നു ചേരും. അങ്ങനെ ഇരിക്കെ ഈ കടുവ ഒരു കറവ പശുവിനെ കൊന്നു. എന്നിട്ടൊരു നീർച്ചാലിന്റെ തീരത്തേക്ക് അതിനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഉണങ്ങിയ ഇലകൾ കൊണ്ട് മറച്ചും വെച്ചു. അപ്പോഴവൻ അതിനെ ആഹരിച്ചില്ല. എന്നാൽ പശു നഷ്ടപ്പെട്ടുവെന്ന് അറിഞ്ഞതോടെ ജനങ്ങൾ അതിനെ അന്വേഷിച്ചു പോവുകയും ഒടുവിൽ കടുവയാൽ കൊല്ലപ്പെട്ട് ഒളിപ്പിച്ചു വെച്ച നിലയിൽ അതിനെ കണ്ടെത്തുകയും ചെയ്തു. ഈ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് അവർ നിശ്ചയിച്ചു. അതിനായിട്ട് പശുവിന്റെ പിൻഭാഗത്ത് വളരെ ശ്രദ്ധാപൂർവം മുൻപ് പറഞ്ഞ കെണി സ്ഥാപിച്ചു. കടുവ ഇരയെടുക്കുവാൻ മടങ്ങി വരുമ്പോൾ എവിടെ നിന്നുമാണോ അത് സാധാരണ ആഹാരം എടുക്കുവാനായിട്ട് തുടങ്ങുന്നത് അവിടെ തന്നെയാണ് ഈ കത്രിക ഒരുക്കി വെച്ചത്. പശുവിനെ മറയ്ക്കുവാനായിട്ട് കടുവ ഉപയോഗിച്ച അതേ തന്ത്രം ഉപയോഗിച്ച് ഉണങ്ങിയ ഇലകൾ കൊണ്ട് ഈ കെണിയും അവർ വളരെ സമർത്ഥമായിട്ട് മറച്ചു വെച്ചു. വൈകാതെ കടുവ മടങ്ങി വന്നു. അവൻ്റെ കഷ്ടകാലം കൊണ്ടാണോ അതോ പിൽക്കാലത്ത് മറ്റുള്ളവരുടെ കഷ്ടകാലം കൊണ്ടാണോ എന്നറിയില്ല. ഈ കെണിയിൽ അവൻ്റെ തല വളരെ കൃത്യമായിട്ടും കുരുങ്ങി. ഉരുക്കു പല്ലുകൾ ചെവിയുടെ തൊട്ടു പിന്നിലായിട്ട് കഴുത്തിൻ്റെ ഇരുവശത്തുമായിട്ട് അവനെ കടിച്ചു പിടിച്ചു. കെണി നിലത്തൊരു കുറ്റി ആഴത്തിലടിച്ച് അതുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. പക്ഷേ കടുവ ശക്തമായിട്ട് ആഞ്ഞു വലിച്ചത് മൂലം ആ കുറ്റി ചുവടോടെ ഊരിപ്പോയി. അപ്പോഴും കത്രിക അവൻ്റെ കഴുത്തിലുണ്ടായിരുന്നു. പിന്നെ അവൻ ഭാരമുള്ള ആ കെണിയും വലിച്ചുകൊണ്ട് ഒരലർച്ചയുടെ അകമ്പടിയുടെ കാട്ടിലേക്ക് ഓടിപ്പോയി. ആ മരണപ്പാച്ചിലിൽ ഏകദേശം 2 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്ത് വെച്ച് 2 ഇടുങ്ങിയ പാറകൾക്കിടയിലൂടെ അവൻ കടന്നുപോയി. അതോടെ കെണി വളരെ കൃത്യമായിട്ടും പാറയുടെ ഇടയിൽ കുടുങ്ങി. കടുവ കെണിയിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് തല അതിശക്തമായിട്ട് പിന്നോട്ട് വലിച്ചു. എന്നാൽ കെണി മുമ്പത്തേക്കാൾ കൂടുതൽ മുറുകുകയാണ് ചെയ്തത്. അവൻ നരകവേദന എടുത്ത് അലറി. വീണ്ടും വീണ്ടും തീവ്രമായിട്ടുള്ള വേദന അടക്കി പിടിച്ചുകൊണ്ട് വലിച്ചു. കഠിനമായിട്ടുള്ള വേദന എടുത്ത് ആ കടുവ പാതിരാത്രിയിൽ ഉയർത്തിയ അലർച്ചകൾ 2 മൈൽ അകലെയുള്ള ഒരു തോട്ടക്കാരനും അയാളുടെ പേടിച്ചിരണ്ട തൊഴിലാളികളും അവരുടെ തോട്ടത്തിൽ ഇരുന്ന് കേൾക്കുകയുണ്ടായി. അവസാനം കെണിയിൽ നിന്നും തല ഊരിയെടുക്കുന്നതിൽ ഈ കടുവ വിജയിച്ചു. പക്ഷേ ഈ ശ്രമത്തിൽ അതിൻ്റെ കഴുത്തിലും മുഖത്തും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റു. കടുവയുടെ ഇടത് ചെവിയും ഒരു കണ്ണുമാണ് നഷ്ടപ്പെട്ടത്. പിന്നീട് വന്ന ഒരാഴ്ചക്കാലം രാവും പകലുമില്ലാതെ വേദനയോടെ അത് മൂങ്ങുന്നത് ആ പ്രദേശമാകെ കേട്ടു. പിന്നീട് ആ നിലവിളികൾ അവസാനിച്ചു. അതോടെ മുറിവേറ്റ കടുവ ചത്തു കാണുമെന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ മുൻപ് പറഞ്ഞ തോട്ടക്കാരനും അയാളുടെ തൊഴിലാളികളും പരിസരത്ത് എവിടെയെങ്കിലും കഴുകന്മാർ പറക്കുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും നിരീക്ഷിച്ചിരുന്നു. കഴുകന്മാർ താഴേക്ക് വന്നാൽ അതിൻ്റെ അർത്ഥം ആ പ്രദേശത്ത് ഒരു ശവം കിടപ്പുണ്ട് എന്നാണ്. പക്ഷെ അതല്ല ഉണ്ടായത്. കഴുകന്മാർ ഭൂമിയിൽ വല്ല മൃതദേഹവും കാണുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ഉയരത്തിൽ പറഞ്ഞതല്ലാതെ താഴേക്ക് വന്നില്ല. അതോടെ കെണിയിൽപ്പെട്ട കടുവ ചത്തിട്ടില്ല എന്ന് കുറഞ്ഞ പക്ഷം അവരെങ്കിലും മനസ്സിലാക്കി. ഈ സംഭവം നടന്ന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഉച്ച കഴിഞ്ഞ സമയമാണ്. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ കടന്നു പോകുന്ന ഒരു ചെറിയ നടപ്പാതയിലൂടെ ഷോലക ഗോത്രത്തിൽപ്പെട്ട ജെയ്ക്കനും അവൻ്റെ 18 വയസ്സുള്ള ഭാര്യയും വരികയായിരുന്നു. 2 പേരും നല്ല ചേർച്ചയുള്ള ഇണകളാണ്. ജെയ്ക്കനാണ് മുൻപിൽ നടക്കുന്നത്. ഒരു യാർഡ് പിന്നിലായിട്ട് യുവതി നടക്കുന്നു. അവളുടെ തലയിൽ ഒരു ചാക്ക് നിറയെ ധാന്യവുമുണ്ട്. വരണ്ട ഒരു അരുവിയുടെ തീരം വഴി അവർ നടന്നു. ഇവിടെ ഇടതൂർന്ന പുല്ലുകൾ പോലെ വളർന്നു നിൽക്കുന്ന കരിമ്പുകൾ അരുവിക്ക് ഒരു അതിരെന്ന വണ്ണം നിൽക്കുന്നു. ഈ പ്രദേശങ്ങളിൽ ഇത്തരം തോടുകളുടെ കരകളിൽ മാത്രമാണ് കരിമ്പുകൾ കാണപ്പെടാറ്.
ഇരുവരും കരിമ്പിൻ തോട്ടത്തിലേക്ക് കയറി. അടുത്ത നിമിഷം കരിമ്പുകൾക്കിടയിൽ നിന്നും ഒരു കടുവ പുറത്തേക്ക് കുതിച്ചു ചാടുകയും യുവതിയുടെ മേൽ വീഴുകയും ചെയ്തു. അവൾ നിലത്തേക്ക് വീണുപോയി. ജയ്ക്കൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച നിലത്ത് തന്റെ ഭാര്യ കിടക്കുന്നതാണ്. ഭയം നിറഞ്ഞ അവളുടെ കണ്ണുകൾ രക്ഷിക്കണമേ എന്ന അപേക്ഷയുമായിട്ട് തന്നെ നോക്കുന്നു. ഒരു കടുവ അവളുടെ മുതുകിൽ ചവിട്ടി കുനിഞ്ഞു നിൽക്കുന്നു. വീണ് കിടക്കുന്ന യുവതിയുടെ ഇരു തോളിലുമായിട്ട് അതിന്റെ മുൻകാലുകൾ അമർന്നിരിക്കുന്നു. അതിന്റെ തുറന്ന വായ അവളുടെ തലയോട് ചേർന്ന് നിൽക്കുന്നു. ആ കടുവയ്ക്ക് ഇടത് കണ്ണും ഇടത് ചെവിയുമില്ലായിരുന്നു. അതിന്റെ കഴുത്തിലും മുഖത്തും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടായിരുന്നു. ജയ്ക്കൻ ഒരു ശില പോലെ മരവിച്ചുപോയി. അയാൾക്ക് അനങ്ങുവാൻ പോയിട്ട് വായിൽ നിന്നും ഉറച്ച പോലും പുറപ്പെടുവിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഭയം മൂലം നിലത്ത് വേരിറങ്ങി അയാൾ സ്തംഭിച്ചു നിന്നുപോയി. കടുവ ഭീകരമായിട്ട് മുരണ്ടു. ആഴത്തിലുള്ള മുറിപ്പാടുകൾ നിറഞ്ഞ അതിന്റെ വക്രീകരിച്ച മുഖം ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു. അടുത്ത നിമിഷം അത് ജയ്ക്കന്റെ ഭാര്യയെ വലതു തോളി കടിച്ചുയർത്തി. എന്നിട്ട് തന്റെ ഇരയുമായിട്ട് അരുവിയും മുറിച്ച് നടന്നുപോയി. അവളുടെ തല അപ്പോഴും താഴേക്ക് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അഴിഞ്ഞു വീണ മുടിയും ഇടത് കൈയും കാലുകളും മണലിലൂടെ എഴഞ്ഞു നീങ്ങി. അതൊരു ചാല് സൃഷ്ടിച്ചു. ഒരു നിമിഷത്തിന് ശേഷം കടുവയും പെൺകുട്ടിയും മറുവശത്തുള്ള കാട്ടിൽ അപ്രത്യക്ഷമായി. ചിലപ്പോഴവൾ പേടിച്ച് ബോധം കെട്ടിരിക്കാം, അല്ലെങ്കിൽ ഭയം മൂലമൊന്ന് നിലവിളിക്കുവാൻ പോലും കഴിയാതെ പോയിരിക്കാം. അതുകൊണ്ടായിരിക്കണം കടുവ ആക്രമിച്ചപ്പോൾ അവൾ ഒരു ചെറിയ നിലവിളി പോലും ഉയർത്താത്തത്. അന്നാണ് ജയ്ക്കൻ അവസാനമായിട്ട് തന്റെ ഭാര്യയെ കണ്ടതും. 1 മാസം കഴിഞ്ഞു കാണും. രാമപുരത്തു നിന്നും 2 മൈൽ അകലെ വെച്ച് ഒരു ഇടയ ചെറുക്കൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവത്തിൽ കടുവ പാതി ആഹരിച്ച് അവശേഷിപ്പിച്ച അവശിഷ്ടങ്ങൾ ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ജനങ്ങൾ കണ്ടെത്തിയിരുന്നു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 3ാമത്തെ നരവേട്ട നടന്നു. കൊല്ലകൽ ലോക്കനഹള്ളി ബേലൂർ ഡിംബൻ റോഡിലെ 21ാം മൈൽക്കുറ്റിക്ക് സമീപത്ത് വെച്ചാണ് അതുണ്ടായത്. ഇത്തവണ കടുവയ്ക്ക് ഇരയായത് മധ്യവയസ്കയായ ഒരു റോഡ് പണിക്കാരിയായിരുന്നു. അവരുടെ കൂടെ ജോലി ചെയ്തവരെല്ലാം വളരെ വ്യക്തമായിട്ടും ആ കാഴ്ച കണ്ടിരുന്നു. വൈകുന്നേരം 5 മണിയോടെ അവർ ജോലിയെല്ലാം അവസാനിപ്പിച്ച് അല്പസമയം കഴിഞ്ഞപ്പോഴാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത്. നരഭോജിക്ക് ഇരയായ സ്ത്രീ മറ്റുള്ളവരെക്കാളും ഏതാനും നിമിഷം മുൻപ് ജോലി നിർത്തിയിട്ട് അടുത്തുള്ള കാടിന്റെ മറവിലേക്ക് പോയതായിരുന്നു. ആ സമയത്താണ് അടിക്കാട്ടിൽ കാത്തിരുന്ന കടുവ അവരുടെ നേർക്ക് ചാടി വീണതും അവരെ കൊണ്ടുപോയതും. അവൾ ഭ്രാന്തമായിട്ട് നിലവിളിച്ചതും മറ്റുള്ളവർ കേട്ടു. അവർ വളരെ വ്യക്തമായിട്ടും ഈ കടുവയെ കണ്ടു. അതിന്റെ മുഖം മുറിവുകൾ നിറഞ്ഞ ബീഭത്സമായിട്ടുള്ള ഒന്നായിരുന്നു. ഇടത് ചെവിയും ഇടത് കണ്ണുമില്ലാത്ത അതേ നരഭോജി തന്നെയായിരുന്നു അത്. ആ സമയത്ത് നോർത്ത് കോയമ്പത്തൂർ ഏരിയയിലുള്ള എൻ്റെ ഗെയിം ലൈസൻസിന്റെ കാലാവധി ഇതിനോടകം കഴിഞ്ഞിരുന്നു. ഈ പ്രദേശത്തെ വനങ്ങളെ നോർത്ത് കോയമ്പത്തൂർ എന്നും കൊല്ലകൽ എന്നും 2ആയിട്ട് തിരിച്ചിരുന്നു. അടുത്ത കാലം വരെയും കൊല്ലകൽ ഡിവിഷനും നോർത്ത് കോയമ്പത്തൂരിന്റെ അധികാര പരിധിയിലായിരുന്നു. അടുത്ത കാലത്താണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് 2ആയിട്ട് വേർതിരിച്ചത്. ഇത്തരം നിയമ ഭേദഗതി മൂലം എൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് നായാടുവാനുള്ള അധികാര പരിധി ഇപ്പോൾ എനിക്കുള്ളത് നോർത്ത് കോയമ്പത്തൂരിലും അതുപോലെ ഡിംബത്തുമാണ്. ലോക്കനഹള്ളിയും ബൈലൂരും രാമപുരവും കൊല്ലകൽ ഡിവിഷന്റെ കീഴിൽ വരുന്നതാണ്. അവിടെ എനിക്ക് ഈ തോക്ക് ഉപയോഗിക്കാനായിട്ട് ലൈസൻസ് ഇല്ല. ലൈസൻസ് പുതുക്കുവാനുള്ള പണവും അയച്ചു കൊടുത്തിരിക്കുമ്പോഴാണ് അടുത്ത കാലത്തായിട്ട് ഈ കടുവ നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പത്രം വഴി ഞാൻ വായിച്ചറിഞ്ഞത്. അതെന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചു. അതിൻ പ്രകാരം 10 ദിവസത്തേക്കുള്ള ലീവും എടുത്ത് ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട അതിരാവിലെ 87 മൈൽ അകലെയുള്ള കൊല്ലകലിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ ഞാൻ എത്തി. അതപ്പോഴും തുറന്നിരുന്നില്ല. അധിക കാലതാമസം വേണ്ടി വന്നില്ല. എനിക്ക് ആവശ്യമായിട്ടുള്ള ലൈസൻസും അതോടൊപ്പം ഈ കടുവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി. നരഭോജിയുടെ വിഹാരസ്ഥലമായിട്ടുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് എനിക്കത്ര മുൻപരിചയമില്ലായിരുന്നു. അതുകൊണ്ട് രാമപുരത്തുള്ള ചെറിയൊരു ലോഡ്ജിൽ തങ്ങിക്കൊണ്ട് എൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചു. പിന്നെ വെറും 1.5 മണിക്കൂർ കൊണ്ട് 25 മൈൽ അകലെയുള്ള രാമപുരത്തെ ചെറിയ ഫോറസ്റ്റ് ലോഡ്ജിൽ കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയെ ശപിച്ചുകൊണ്ട് ഞാൻ എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും ഞാൻ ചെയ്യേണ്ട ആദ്യത്തെ നടപടി രാമപുരം നിവാസികൾക്ക് നഷ്ടമായിട്ടുള്ള ആത്മവിശ്വാസം വീണ്ടെടുത്തു കൊടുക്കുകയാണ്. അവരോട് നരഭോജിയെ പിടിക്കുവാനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെയുള്ള ആളുകൾക്ക് എന്നെ മുൻപ് അറിയില്ലായിരുന്നു. മറ്റാരും എന്നെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവുമില്ല. അതുകൊണ്ടായിരിക്കണം അവ്യക്തമായിട്ടുള്ള ചില വിവരങ്ങൾ മാത്രമാണ് അവരിൽ നിന്നും എനിക്ക് കിട്ടിയത്. നരഭോജി ഈ പ്രദേശത്ത് എവിടെ വേണമെങ്കിലും കണ്ടേക്കാമെന്ന് അവർ പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ആക്രമണം ഉണ്ടായത് പുണച്ചി മലയിലാണ്. 2ാമത്തെ ആക്രമണം ഉണ്ടായത് അവിടെ നിന്നും ഏകദേശം 60 മൈൽ ദൂരെയുള്ള ബൈലൂരിലും. ബെയ്ലൂരിനെ കുറിച്ച് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. കൊല്ലകലിൽ നിന്നും ഏകദേശം 30 മൈൽ അകലെയായിട്ട് കൊല്ലകൽ ലോക്കനഹള്ളി ഡിംബം റോഡിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ബൈലൂർ. ബൈലൂരിലേക്ക് എത്തുവാനായിട്ട് എൻ്റെ മുൻപിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ആദ്യം കൊല്ലകലിലേക്കും പിന്നെ അവിടെ നിന്നും ബൈലൂരിലേക്കും കാറിൽ സഞ്ചരിക്കാം. അല്ലെങ്കിൽ കാർ രാമപുരത്ത് നിർത്തിയിട്ട് ത്രികോണാകൃതിയിലുള്ള ഈ പ്രദേശത്തിൻ്റെ 3ാമത്തെ വശവും താണ്ടി രാമപുരത്തു നിന്നും ബൈലൂരിലേക്ക് കാൽനടയായിട്ട് സഞ്ചരിക്കാം. രാമപുരത്തു നിന്നും അവിടേക്ക് എത്തുവാനായിട്ട്
ഏകദേശം 19 മൈൽ ദൂരമുണ്ട്. ഒടുവിൽ ഞാൻ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തു. ഇതുമൂലം എനിക്ക് മറ്റൊരു ഗുണവുമുണ്ട്. കാരണം ഈ വഴിയുടെ വശങ്ങളിൽ റിസർവ് ഫോറസ്റ്റിന്റെ അതിർത്തിയിലായിട്ട് നിരവധി ഗ്രാമങ്ങളുണ്ട്. അവരോട് തിരക്കിയാൽ നരഭോജിയെക്കുറിച്ചുള്ള പുതിയ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് രാമപുരത്തെ ചെറിയ ഫോറസ്റ്റ് ലോഡ്ജിൽ നിന്നും അതിരാവിലെ ഞാൻ ബേലൂരിലേക്ക് നടപ്പ് ആരംഭിച്ചത്. ഈ പാത തെക്ക് പടിഞ്ഞാറ് ദിശയിലൂടെയാണ് പോകുന്നത്. വഴിയിൽ അപൂർവമായിട്ട് മാത്രമാണ് കൃഷിസ്ഥലങ്ങൾ കാണപ്പെടാറ്. കുറ്റിക്കാടുകൾ മാത്രമുള്ള വനപ്രദേശമാണ് കൂടുതലും. തെക്ക് ഭാഗത്തായിട്ട് റിസർവ്ഡ് വനത്തിന് അതിരെന്ന പോലെ നിൽക്കുന്ന ഒരു ചെറിയ മലയും കാണാം. ആ യാത്രയിൽ ഞാൻ ഏതാനും ഗ്രാമങ്ങളെ കടന്നുപോയി. പക്ഷെ അവിടെയെല്ലാം കണ്ട കാഴ്ച ജനങ്ങൾ ഒന്നുകിൽ കുടിലിൻ്റെ ഉള്ളിൽ കയറി കതകടച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ കുടിലുകളുടെ പ്രവേശന കവാടങ്ങളിൽ പതുങ്ങിയിരിക്കുന്നതോ ആയിരുന്നു. ഏതാനും വളർത്തുമൃഗങ്ങൾ കുടിലുകളോട് ചേർന്നുള്ള തൊഴുത്തിൽ അപര്യാപ്തമായിട്ടുള്ള പുല്ലും മേഞ്ഞുകൊണ്ട് വിശന്നു വലഞ്ഞു നിൽക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നരഭോജിയുടെ കഥകൾ ദൂരവ്യാപകമായിട്ട് എല്ലാവരിലും ഭയം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അപ്രതീക്ഷിതമായിട്ട് മിന്നൽ സന്ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന നരഭോജിയെ പ്രതിരോധിക്കുവാനുള്ള ദുർബലമായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇതെല്ലാം. ഞാൻ നടപ്പ് സാവധാനത്തിലാക്കി കഴിയാവുന്നിടത്തോളം വിവരങ്ങൾ അവരിൽ നിന്ന് ശേഖരിക്കുവാനായിട്ട് ശ്രമിച്ചു. ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരുമാതിരി എല്ലാ ഷോലകന്മാരും പറഞ്ഞത് ഒരുപോലെയാണ്. കഴിഞ്ഞ ഏതാനും രാത്രികളിൽ ഈ പ്രദേശത്ത് ഒരു കടുവ അലറുന്ന സ്വരം അവർ കേട്ടിരുന്നു. അവരത് കേട്ടിട്ടിപ്പോൾ 72 മണിക്കൂറുകൾ പോലും തികഞ്ഞിട്ടില്ല. യാത്രയിൽ ഒരിടത്ത് വെച്ച് ഉഴുതുമറിച്ച ഒരു വയലിൽ വ്യക്തമായിട്ടും പതിഞ്ഞു കിടക്കുന്ന ഒരു കടുവയുടെ കാൽപാദം കണ്ടു. വയലിനെ മുറിച്ചത് കടന്നു പോവുകയായിരുന്നു. ഉടമയുടെ കുടിലിൽ നിന്നും വെറും 100 മീറ്റർ അകലെയാണ് അത് കണ്ടെത്തിയതും. മുൻപോട്ട് പോകും മുൻപായിട്ട് ഭാവിയിൽ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഞാൻ ആ കാലടയാളങ്ങളുടെ അളവുകൾ വളരെ വിശദമായിട്ട് തന്നെ എടുത്തു വെച്ചു. ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം പരിഭ്രാന്തരായതുകൊണ്ട് അവരെനിക്ക് തെറ്റായതും അതോടൊപ്പം അതിശോക്തിപരവുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നരഭോജിയെക്കുറിച്ച് നൽകിയത്. അവർ എന്നോട് പറഞ്ഞത് ബൈലൂർ മുതൽ രാമപുരം വരെയുള്ള 19 മൈൽ ദൂരത്തിനിടയിൽ ഒന്നല്ല മറിച്ച് അനേകം നരഭോജി കടുവകൾ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കടുവയ്ക്ക് 3-4 ദിവസം കൂടുമ്പോൾ ഓരോ ഗ്രാമത്തിൽ സന്ദർശനം നടത്തുവാനായിട്ട് കഴിയുക? ഏകദേശം വൈകുന്നേരം 5 മണിയോടെയാണ് ഞാൻ ബൈലൂരിലെത്തിയത്. 20ഓളം കുടിലുകളുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ബേലൂർ. അവിടെ വെച്ചാണ് ഞാൻ 21-ാം മൈക്കലിൻ്റെ അടുത്ത് വെച്ച് മുൻപ് പറഞ്ഞ സ്ത്രീയെ നരഭോജി കൊണ്ടുപോയതിന് ദൃക്സാക്ഷികളായിട്ടുള്ള റോഡ് പണിക്കാരെ കണ്ടുമുട്ടിയത്. അവരും എന്നോട് ഞാൻ ഇതിനോടകം ശേഖരിച്ചിരുന്ന വസ്തുതകൾ തന്നെയാണ് പറഞ്ഞത്. സ്ത്രീയെ ആക്രമിച്ച കടുവയുടെ വൈരൂപ്യം അവർ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു. അവരെ വിശ്വസിക്കാം. കാരണം ഈ നരഭോജിയെ അവർ നേരിട്ട് കണ്ടതാണ്. നിലവിളിച്ചുകൊണ്ടിരുന്ന സ്ത്രീയെയും കടിച്ചെടുത്തുകൊണ്ട് കടുവ അടിക്കാട്ടിലേക്ക് കയറുന്നത് കണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വേരിറങ്ങിയതുപോലെ നിന്നവരാണിവർ. ഡിംബത്തിലേക്ക് പോകുന്ന റോഡിലൂടെ 3.5 മൈൽ സഞ്ചരിച്ചാൽ ഏറ്റവും സമീപത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലോഡ്ജിലെത്താം. റോഡിന്റെ ഇരുവശങ്ങളിലും റിസർവ്ഡ് വനങ്ങളാണ്. അപ്പോൾ സമയം 5:30 ആയിരുന്നു. 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഇരുട്ട് വീഴുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ ആ 3.5 മൈൽ ദൂരവും പിന്നിട്ട് ഇരുട്ടുന്നതിന് അല്പം മുൻപായിട്ട് ചെറിയ ആ ഫോറസ്റ്റ് ബംഗ്ലാവിൽ എത്തിച്ചേർന്നു. ബംഗ്ലാവിന് പടിഞ്ഞാറായിട്ട് ഏകദേശം 3 മൈൽ അകലെയുള്ള ബലിഗിരി രംഗൻ കുന്നുകളുടെ ഉത്തുംഗതയുടെ പിന്നിൽ സൂര്യൻ മുഖമൊളിപ്പിച്ചു. ബംഗ്ലാവിന്റെ വരാന്തയിലേക്ക് പഴകി തകർന്ന ചാരു കസേരയും വലിച്ചിട്ട് അതിലിരിക്കുമ്പോൾ മൂവന്തിയായിരുന്നു. മയിലുകളും കാട്ടുകോഴികളും സായാഹ്ന വന്ദനങ്ങളോടെ എന്നെ സ്വാഗതം ചെയ്തു. ദൂരെയായിട്ട് കാണുന്ന മലയടി വാരത്തെ ബംഗ്ലാവിൽ നിന്നും വേർതിരിച്ചെന്നോണം കാണപ്പെടുന്ന ഉയരമുള്ള വൃക്ഷങ്ങളുടെ മേൽത്തട്ട് ഒരു ഇരുണ്ട കാർപ്പറ്റ് എന്നോണം കാണപ്പെട്ടു. മലയുടെ ചെരുവുകളിൽ ചന്ദ്രപ്രകാശം ശോഭ ചാർത്തി. പടിഞ്ഞാറ് എവിടെയോ നിന്നും വിദൂരത്തിലായിട്ട് ഉയർന്നൊരു മ്ലാവിന്റെ ഒച്ച എൻ്റെ കാതുകളിൽ സംഗീതം എന്നോണം വീണു. കഷ്ടിച്ച 1/2 മണിക്കൂർ കഴിഞ്ഞു കാണും. പരിസരമാകെ കനത്ത ഇരുട്ട് വീണു. അപ്പോൾ ഇടവിട്ട് മിന്നിക്കൊണ്ട് ശതലക്ഷക്കണക്കിന് മിന്നാമിന്നികൾ എല്ലായിടത്തും വ്യാപിച്ചു. ഇരുട്ടിനെ അകറ്റുവാനെന്നോണം തങ്ങളുടെ കുഞ്ഞു റാന്തൽ വിളക്കുകളും തെളിച്ചുകൊണ്ടവർ കാഴ്ചവട്ടത്തുള്ള എല്ലാ കുറ്റിക്കാടുകളിലും മരമേലാപ്പുകളിലും വന്നിരുന്നു. അപൂർവം ചില നേരം ഒഴിച്ചു നോക്കിയാൽ അവ പൊഴിക്കുന്ന പ്രകാശം എപ്പോഴും കാണാമായിരുന്നു. ലോഡ്ജിലെ ചെറിയ സെൻട്രൽ റൂമിൻ്റെ തറയെ കിടന്ന് ഞാൻ നേരത്തെ ഉറക്കം പിടിച്ചു. എന്നാൽ പുലർച്ചെ 2 മണിയോടെ ഒരു കടുവയുടെ മുരൾച്ചയാണ് എന്നെ ഉണർത്തിയത്. താഴ്വരയിലൂടെ അത് കടന്നു പോകുമ്പോൾ ദൂരേക്ക് ലോപിച്ച ശബ്ദമില്ലാതാകും വരെ നിശ്ചിത ഇടവേളകളിൽ അതെനിക്ക് കേൾക്കാമായിരുന്നു. അതിരാവിലെ ഞാൻ ബേലൂർ ഗ്രാമത്തിലെത്തി. അവിടെ വെച്ച് 2 പ്രാദേശിക ശിക്കാരികളുടെ സഹായം തേടുകയും അവർ മുഖേന 3 കാളകളെ കെണിയായിട്ട് ഉപയോഗിക്കാനായിട്ട് വാങ്ങുകയും ചെയ്തു. ഇവയിൽ ഒന്നിനെ ബംഗ്ലാവിൻ്റെ പടിഞ്ഞാറൻ താഴ്വരയിലൂടെ കടന്നു പോകുന്ന അരുവിയുടെ തീരത്തായിട്ട് കെട്ടിയിട്ടു. കാരണം പോയ രാത്രിയിൽ അവിടെ നിന്നുമാണ് ആ കടുവയുടെ വിളി ഞാൻ കേട്ടത്. രണ്ടാമത്തെ കാളയെ ഗ്രാമത്തിനും ഫോറസ്റ്റ് ബംഗ്ലാവിനും ഇടയിലുള്ള റോഡിൻ്റെ അരികിൽ നിന്നും 100 വാരയോളം അകലെയുള്ള ഒരു ചെറിയ വനത്തിൽ കെട്ടിയിട്ടു.
മൂന്നാമത്തെ കാളയെ കെട്ടുവാനായിട്ട് റോഡ് വർക്കർ കൊല്ലപ്പെട്ട 21-ാം മൈൽക്കല്ലിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ നടന്നു. ഈ സ്ഥലത്തിന് സമീപം റോഡ് മുറിച്ചുകൊണ്ട് ഒഡ്ഡംബെട്ട ഹള്ള എന്നറിയപ്പെടുന്ന ഒരു കാട്ടരുവി കടന്നു പോകുന്നുണ്ട്. വിവിധ ഇനം വനസസ്യങ്ങളുടെ തൈകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വനം വകുപ്പ് വളർത്തിയെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണിവിടം. അതിനായിട്ട് കാട് വെട്ടിത്തെളിച്ച് ഒരു ക്ലിയറിംഗ് ഇവിടെ ഒരുക്കിയിരുന്നു. ഒരു കടുവ പലപ്പോഴും ഇതുവഴിക്ക് സഞ്ചരിക്കാറുണ്ടെന്ന് ഈ സഹായികൾ എന്നോട് പറഞ്ഞു. അവർ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും വൈകാതെ ബോധ്യപ്പെട്ടു. അവിടെ വെച്ച് പഴയതും അതുപോലെ താരതമ്യേന പുതിയതുമായിട്ടുള്ള ഏതാനും കാലടയാളങ്ങൾ കണ്ടെത്തി. ആ പാദമുദ്രകളിൽ ഏറ്റവും പുതിയതാണ് ഞാൻ പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസം ഗ്രാമത്തിൽ വെച്ചെടുത്ത പഗ്ഗുമാർക്കുമായിട്ട് അതിനെ താരതമ്യം ചെയ്തു. അപ്പോൾ മനസ്സിലായത് ഈ ഡിപ്പാർട്ട്മെന്റ് പ്ലാന്റേഷൻ വഴി കടന്നു പോകുന്ന കടുവ മറ്റൊന്നാണ് എന്നാണ്. അതിന് നരഭോജിയേക്കാളും പ്രായ കൂടുതലും ഭാരവുമുണ്ട്. അവസാനം തോട്ടവും താണ്ടി ഒഡ്ഡംബെട്ട ഹള്ള അരുവി ഒഴുകുന്നയിടത്തെ തുറസായിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ മൂന്നാമത്തെ മൃഗത്തെ കെട്ടി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ സമയം വൈകുന്നേരം 5:30 എല്ലാവരും തിരികെ ബെയ്ലൂർ ഗ്രാമത്തിലേക്ക് മടങ്ങി. അപ്പോൾ നരഭോജിയുടെ ആദ്യ ഇരയായ പെൺകുട്ടിയുടെ ഭർത്താവായ ജയ്ക്കൻ എന്നെ വന്ന് കാണുകയും സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ഇവിടെ എത്തിയ കാര്യം അയാൾ അറിഞ്ഞത് ഏതാനും വഴി യാത്രക്കാർ മുഖേനയാണ്. ജയ്ക്കൻ ജോലി ചെയ്തിരുന്നത് പൊണച്ചായ മലയുടെ ചെരുവിലുള്ള ഒരു കാപ്പിത്തോട്ടത്തിലാണ്. അന്ന് അതുവഴിക്ക് കടന്നുപോയ ഒരു കൂട്ടം ആളുകൾ നരഭോജിയെ വെടിവെക്കുവാനായിട്ട് രാമപുരത്ത് ഒരു സാഹിബ് എത്തിയെന്ന് അയാളോട് പറഞ്ഞു. തൻ്റെ സുന്ദരിയായ ഭാര്യയെ ആഹരിച്ച നരഭോജിയോട് ഏതു വിധേനയും പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന അയാളാകട്ടെ ഉടനടി തന്നാ കഴിയുന്ന സഹായം എനിക്ക് ചെയ്തു തരുവാനായിട്ട് രാമപുരത്തേക്ക് വരികയായിരുന്നു. അതിനു വേണ്ടിയിട്ട് തൻ്റെ യജമാനനായ പ്ലാന്ററുടെ അനുവാദവും അവൻ വാങ്ങിയിരുന്നു. രാമപുരത്ത് വെച്ച് ഞാൻ അവനോട് എന്നോടൊപ്പം ബെയ്ലൂരിലേക്ക് വരുവാനായിട്ട് ആവശ്യപ്പെട്ടു. വലിയ സന്തോഷത്തോടെ അവൻ എന്നെ പിന്തുടർന്നു. ജയ്ക്കൻ്റെ സഹായ മനസ്കതയ്ക്കും എന്നെ കണ്ടെത്തുവാനായിട്ട് അവൻ എടുത്ത പരിശ്രമത്തിനും ഞാൻ അവന് നന്ദി പറഞ്ഞു. ഉടൻ തന്നെ അവനെ എൻ്റെ സഹായിയായിട്ട് തിരഞ്ഞെടുത്തു. നരഭോജിയോട് ഏതു വിധേനയും പ്രതികാരം ചെയ്യണമെന്നും അതിനെ അവസാനിപ്പിക്കണമെന്നുമുള്ള അവൻ്റെ നിശ്ചയദാർഢ്യവും അതോടൊപ്പം അവൻ്റെ ശാന്തമായിട്ടുള്ള രൂപവും ഭാവവും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവനെ അംഗീകരിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ മുഖത്തും ഒരു പുഞ്ചിരിയുണ്ടായി. ഞാൻ അവന് കുറച്ച് പണം നൽകുവാനായിട്ട് ശ്രമിച്ചെങ്കിലും നന്ദിയോടെ അവനത് നിരസിച്ചു. അതിൻ്റെ അടുത്ത ദിവസം രാവിലെ 21-ാം മൈൽക്കല്ലിനടുത്ത് കെട്ടിയിട്ട ഇരയെ പരിശോധിക്കുവാനായിട്ട് ജയ്ക്കനെയും മറ്റ് 2 സഹായികളെയും ഞാൻ ഏർപ്പാടാക്കി. എന്നിട്ട് ഫോറസ്റ്റ് ലോഡ്ജിലേക്ക് മടങ്ങി. മറ്റ് 2 സ്ഥലങ്ങളിലും കെട്ടിയിട്ട മൃഗങ്ങളെ ഞാൻ നേരിട്ട് പോയിട്ട് നോക്കും. അതായിരുന്നു പദ്ധതി. അന്നും പിറ്റേന്ന് രാവിലെയും ഞാനത് ചെയ്തു. ആദ്യം താഴ്വരയിലെ അരുവിപ്പുറത്ത് കെട്ടിയ കാളയെയും പിന്നീട് ഫോറസ്റ്റ് ബംഗ്ലാവിനും ബെയ്ലൂർ ഗ്രാമത്തിനും ഇടയിൽ കെട്ടിയ കാളയുടെ അടുക്കിലേക്കും പോയി. രണ്ടും സുഖമായിട്ട് അവിടെ തന്നെയുണ്ട്. പരിസരത്തുള്ള മണലിൽ നരഭോജിയുടെ കാലടയാളങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഞാൻ ബെയ്ലൂർ ഗ്രാമത്തിലേക്ക് വീണ്ടും നടന്നു. എന്നിട്ട് ഞാൻ അയച്ച 3 പേരും തിരിച്ചു വരുവാനായിട്ട് കാത്തിരുന്നു. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവർ മടങ്ങിയെത്തി. മൂന്നാമത്തെ കാളയും സുരക്ഷിതമാണെന്ന് അറിയിച്ചു. ജയ്ക്കനെയും ഷോളകരിൽ ഒരാളെയും ആ ഗ്രാമത്തിൽ നിർത്തിയിട്ട് ആ പ്രദേശം കൈവെള്ളയിലെ രേഖകൾ പോലെ തനിക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞ 2ാമത്തെ ആളെയും കൂട്ടിക്കൊണ്ട് ഞാൻ ബിലിഗിരി രംഗൻ കുന്നിൻ്റെ താഴ്വരയിൽ എത്തും വരെ നേരെ പടിഞ്ഞാറ് ദിശ ലക്ഷ്യമാക്കി നടന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രദേശമെല്ലാം അപരിചിതമാണ്. അതുകൊണ്ട് അവനോട് മുൻപിൽ നടക്കുവാനായിട്ട് പറഞ്ഞു. റൈഫിൾ തയ്യാറാക്കി പിടിച്ചുകൊണ്ട് പിന്നാലെ ഞാനും. ഷോളകന്മാർ ജനിക്കുന്നതേ വനത്തിലാണ്. അതുകൊണ്ടാകണം എൻ്റെ വഴികാട്ടി അസ്വസ്ഥതയുടെ യാതൊരു ലക്ഷണവും കാണിച്ചില്ല. എന്നാൽ അവിടെയെങ്ങും ഒരു കടുവയുടെ പുതിയ കാൽപ്പാടുകളില്ലായിരുന്നു. ഒരു സ്ഥലത്ത് വെച്ച് വലിയൊരു ആൺപുലി കടന്നുപോയ അടയാളം കണ്ടു. മറ്റൊരിടത്ത് ഒരു പെൺപുലിയും അതിൻ്റെ കുട്ടിയും കടന്നുപോയ പാടുകൾ കണ്ടു. ഞങ്ങൾ അന്വേഷിക്കുന്ന നരഭോജി മാത്രം അതുവഴിക്ക് കടന്നു പോയിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോഴേക്കും സമയം 3 മണിയോടടുത്തിരുന്നു. ഫോറസ്റ്റ് ലോഡ്ജിലേക്ക് മടങ്ങും മുൻപ് വൈകിയാണെങ്കിലും ഞങ്ങൾ ഇതിനോടകം തണുത്തുപോയ ഉച്ചഭക്ഷണം കഴിച്ചു. ഷോലകൻ തീ കത്തിച്ചു. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് നിരവധി കപ്പ് ചായ ഉണ്ടാക്കി. ലോഡ്ജിൽ എത്തിയ ശേഷം തണുത്ത കുളിയുടെ സുഖം ആസ്വദിക്കുവാനായിട്ട് കോമ്പൗണ്ടിലെ ചെറിയ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുവാൻ തുടങ്ങി. അന്ന് തന്നെ 5 മണിക്ക് ഞാൻ ആ ഷോളകനെയും കൂട്ടി ബെയ്ലൂരിലേക്ക് വന്നു. അവിടെ വെച്ച് മൂവരോടും പതിവ് പോലെ അടുത്ത ദിവസവും 21-ാം മൈൽക്കല്ലിൽ പോയിട്ട് ഇരയെ നോക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ബംഗ്ലാവിൽ തിരിച്ചെത്തിയപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി സുഖമായിട്ടുറങ്ങി. ഒരു കടുവയുടെ മുരൾച്ചയും എന്നെ ശല്യപ്പെടുത്തിയില്ല. അത് രാവിലെ തന്നെ പുറപ്പെട്ട് മറ്റ് 2 കാളകളെയും പരിശോധിച്ചു. രണ്ടും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഫോറസ്റ്റ് ലോഡ്ജിലേക്ക് മടങ്ങി വന്നു. മിതമായിട്ടുള്ളൊരു ആഹാരവും കഴിച്ച് കാലടയാളങ്ങൾ തെരഞ്ഞുകൊണ്ട് റോഡിലൂടെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് ബെയ്ലൂർ ലക്ഷ്യമാക്കി നടപ്പ് തുടങ്ങി. തലേ ദിവസം ഒരു കടുവയും അതുവഴിക്ക് കടന്നു പോയിട്ടില്ല എന്ന് മനസ്സിലായി. രാവിലെ 9:15 ബെയ്ലൂരിലെത്തി. എന്നിട്ട് എൻ്റെ സഹായികൾ വരുവാനായിട്ട് കാത്തിരുന്നു. 10 മണിക്ക് മുൻപ് തന്നെ അവർ മടങ്ങിയെത്തി. ഇത്തവണ അവർ ഞാൻ കാത്തിരുന്ന വാർത്തയും കൊണ്ടാണ് വന്നത്.
21 മൈൽക്കുറ്റിയിൽ കെട്ടിയിട്ട കാളയെ ഒരു കടുവ കൊന്ന് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നു. തന്ത്രശാലിയായിട്ടുള്ള ആ മൃഗം കാളയെ കെട്ടിയിട്ട കയറെ കടിച്ചു പൊട്ടിച്ചിട്ടുമുണ്ട്. ഭാഗ്യത്തിന് ഇങ്ങനൊരു വാർത്ത എപ്പോൾ വേണമെങ്കിലും കേൾക്കുവാനായിട്ട് കഴിയുമെന്നറിയാവുന്നതുകൊണ്ട് തയ്യാറായിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ടോർച്ചും രാത്രിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അടങ്ങിയ ഷൂട്ടിംഗ് കിറ്റും ഞാൻ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ അവിടേക്ക് പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ കാളയെ കെട്ടിയിട്ട സ്ഥലത്ത് എത്തി. അവിടെ നിന്നും 20 അടി അകലെയുള്ള മൃദുവായ മണ്ണിൽ ഇരയുടെ അടുത്തേക്ക് പതുങ്ങിയെത്തിയ കടുവയുടെ കാലടയാളങ്ങൾ കാണാമായിരുന്നു. പരിശോധനയിൽ കൊലയാളി കടുവയാണെന്നും മനസ്സിലായി. കാളയെ കൊലപ്പെടുത്തിയ ശേഷം കയറും കടിച്ചു പൊട്ടിച്ച് വലിച്ചുകൊണ്ടത് പോയ അടയാളങ്ങൾ കാണാം. എന്നാൽ അത് എത്ര ദൂരത്തേക്ക് ഇരയെ വലിച്ചുകൊണ്ടു പോയിരിക്കാമെന്ന് യാതൊരു ഊഹവുമില്ലായിരുന്നു. ഞാൻ കൂടെ ഉള്ളവരോട് 21 മൈൽക്കുറ്റി 3 മണി വരെ എന്നെ കാത്തിരിക്കുവാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഞാൻ കാളയെ വലിച്ചുകൊണ്ടു പോയപ്പോൾ ഉണ്ടായ ചാലിനെ പിന്തുടരും. കാളയെ കടുവ കുറച്ചധികം ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും മുൻപായിട്ട് അവിടെ ഒരു ഒളിത്താവളം ഞാൻ കണ്ടെത്തും. പിന്നെ രാത്രി മുഴുവനും അവിടെ തങ്ങും. അങ്ങനെ ഉണ്ടായാൽ എനിക്ക് 3 മണിക്ക് മടങ്ങി വരുവാനായിട്ട് കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ജയിക്കിനോടും കൂട്ടരോടും ബേലൂരിലേക്ക് മടങ്ങുവാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. നേരെ മറിച്ച് കടുവ ഇരയെ അധികം ദൂരത്തേക്ക് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഞാൻ വേഗം തന്നെ മടങ്ങിവന്ന് അവരെയും അവിടേക്ക് നയിക്കും. ഇതായിരുന്നു പദ്ധതി. ആദ്യത്തെ 200 വാര ദൂരം കടുവ കാളയെ വലിച്ചിഴച്ച പാടുകൾ വ്യക്തമായിട്ട് കാണാമായിരുന്നു. താഴേക്ക് പോകുന്ന ദിശയിലും അതുപോലെ തോടിൻ്റെ പരിസരത്തുമായിട്ട് വളർന്നു നിൽക്കുന്ന മുളങ്കാടുകളിലും അത് പോയ വഴി വളരെ വ്യക്തമാണ്, തെളിഞ്ഞു കാണാം. അതിനുശേഷമാണ് കാര്യങ്ങൾക്ക് മാറ്റം വന്നത്. ഇവിടെ വെച്ച് തനിക്ക് കടന്നു പോകുവാനായിട്ട് തടസ്സം സൃഷ്ടിക്കുന്ന കുറച്ച് കനത്ത അടിക്കാടുകളെ അതിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇരയെ കടിച്ചെടുത്ത് മുതുകത്ത് വലിച്ചു കയറ്റിയിട്ടാണത് പോയത്. അതുകൊണ്ട് എനിക്കതിൻ്റെ സഞ്ചാരപാത അത്ര എളുപ്പത്തിൽ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. അവരുടെ ആ യാത്രയിൽ കാളയുടെ കുളമ്പോ കൊമ്പുകളോ അവിടെ എവിടെയും തട്ടി എന്തെങ്കിലും ചില്ലകൾ ഒടിഞ്ഞിരുന്നു. അതുമാത്രമായിരുന്നു എനിക്കുള്ള സൂചന. അവിടെ മാകെ ചീഞ്ഞഴുകിയ ഇലകളുടെ പരവതാനിയും കൊഴിഞ്ഞു കിടക്കുന്ന കൊങ്ങിണി ചെടികളുടെ ഇലകളും ധാരാളമുണ്ട്. ഇത് കാലടയാളങ്ങളെ വളരെ സമർത്ഥമായിട്ട് മറച്ചിരുന്നു. അതുകൊണ്ട് അടയാളം തിരഞ്ഞുള്ള എൻ്റെ യാത്രയും വളരെ സാവധാനത്തിലായി. ഈ സാഹചര്യം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ട്രാക്ക് ചെയ്യുവാനായിട്ട് മാറ്റിവെക്കണം. ഇതിനിടയിൽ പൊടുന്നനെ കടുവ ആക്രമണം അഴിച്ചുവിട്ടാൽ എനിക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞൊന്നും വരില്ല. ഒടുവിൽ കുള്ളൻ മരങ്ങളും അതുപോലെ കുള്ളൻ ഈന്തപ്പനയും ധാരാളമായിട്ട് കാണപ്പെട്ട ആ കൊങ്ങിണിക്കാട് അവസാനിച്ചു. ഇനിയുള്ളത് വിശാലമായിട്ടുള്ള വനമാണ്. കടുവ ഇരയെ ഇറക്കി വെച്ച 2 സ്ഥലങ്ങൾ ഞാൻ ഇതിനിടെ കണ്ടെത്തിയിരുന്നു. അല്പസമയം അവിടെ നിന്നുകൊണ്ട് പരിസരം നിരീക്ഷിച്ചു. ഇതുവരെയും കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അതിനൊരു ലക്ഷ്യസ്ഥാനമുണ്ടെന്ന് മനസ്സിലായി. മിക്കവാറും ഈ മാംസം തൻ്റെ കുഞ്ഞുങ്ങളുള്ള ഒരു ഗുഹയിലേക്കാവും അത് കൊണ്ടുപോകുന്നത്. മുകളിൽ നിന്നും മുകളിലേക്കെന്നോണം ഒരു കയറ്റത്തിലേക്കാണ് ആ പാത നയിച്ചത്. വൈകാതെ ആ ഭൂപ്രദേശം കൂടുതൽ പാറകളുള്ള സ്ഥലമായിട്ട് മാറി. ഒടുവിൽ ഒരു മരത്തണലിൽ അല്പസമയം വിശ്രമിച്ചു. ഈ സമയത്ത് ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലത്തിനും 1/4 മൈൽ അപ്പുറം മാറി ഏകദേശം 200 അടി മുകളിലായിട്ട് മറ്റൊരു കുന്ന് കാണാം. കാളയെയും കൊണ്ട് കടുവ പോയത് ആ കുന്നിന് നേർക്കാണ്. ഇതിനോടകം ഞാൻ അത്രയും നേരം പിന്തുടർന്ന ആ മൃഗം നരഭോജിയല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം നരഭോജിയെക്കുറിച്ച് ഞാൻ ഇതിനോടകം ശേഖരിച്ച അറിവിൻ പ്രകാരം അതൊരു ആൺകടുവയാണ്, മറിച്ചൊരു പെൺകടുവയല്ല. ഈ നരഭോജിക്ക് ഇടതു കണ്ണും ചെവിയുമില്ല എന്ന് എല്ലാവരും പൊതുവായിട്ട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം പിന്തുടരുന്ന ഈ മൃഗത്തെ ഒരു നോക്ക് കാണുവാനായിട്ട് കഴിഞ്ഞാൽ അത് നരഭോജിയാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുവാനായിട്ട് കഴിയും. പക്ഷെ അതിനെ എങ്ങനെ കണ്ടെത്താം? അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടും വരെ നേരെ മുൻപോട്ട് പോവുക. പക്ഷെ അതും വലിയൊരു അപകടമാണ്. കാരണം കടുവ നരഭോജി ആണെങ്കിലും അല്ലെങ്കിലും തൻ്റെ ഗുഹയുടെ വാതിലിൽ മുട്ടുന്ന ഒരു മനുഷ്യനെയും അവൾ തീർച്ചയായിട്ടും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. കൂടാതെ അത് കുഞ്ഞുങ്ങളുള്ള ഒരു കടുവയുമാണ്. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാൻ മുൻപോട്ട് പോയി. ഇപ്പോൾ പാത പിന്തുടരുവാനായിട്ട് വളരെ എളുപ്പമായി. കാരണം പാറകളിൽ കാളയുടെ രക്തക്കറകൾ ധാരാളമായിട്ട് കാണാമായിരുന്നു. ആ കുന്നിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയോളം ഞാൻ പിന്നിട്ടു. അവിടെ മാകെ കല്ലുകൾ കൂമ്പാരം എന്നോണം കിടക്കുന്നത് കാണാം. പാതയുടെ ഇരുവശത്തു നിന്നും കല്ലുകൾ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നു. സൂക്ഷിച്ചില്ലെങ്കിൽ മുറിവ് പറ്റുവാനായിട്ട് സാധ്യതയുണ്ട്. ഇര ഇത്തരം പാറകൾക്കിടയിൽ കുടുങ്ങിപ്പോകാതെ ഇരിക്കുവാനായിട്ട് അവൾ വളരെ ബുദ്ധിപൂർവമായിട്ടാണ് നീങ്ങിയത് എന്ന് വ്യക്തം. അപ്പോൾ സമയം 3 മണിയാകുവാനായിട്ട് 10 മിനിറ്റ് ഇനിയും ബാക്കിയുണ്ട്. പാറകളെ ചുട്ടുപഴുപ്പിച്ചുകൊണ്ട് സൂര്യൻ നിർദ്ദയം പ്രകാശിക്കുന്നു. ഒരു ചൂളയുടെ വാതിൽ എന്ന പോലെ അത് അനുഭവപ്പെട്ടു. കല്ലി തട്ടി എൻ്റെ മുഖത്തേക്ക് കൊടുംചൂട് വമിച്ചു. വസ്ത്രങ്ങൾ വിയർപ്പ് കൊണ്ട് നനഞ്ഞിരുന്നു. മുഖത്തുകൂടി വിയർപ്പിൻ്റെ അരുവികൾ ഒഴുകി. അതെൻ്റെ കണ്ണുകളിലേക്ക് നീറ്റിലോടെ വീഴുകയും വായുടെ കോണുകളിലേക്ക് ഒലിച്ചെത്തുകയും ചെയ്തു. ഏതാണ്ട് അബോധാവസ്ഥയിൽ എന്നോണം ഞാൻ ചുണ്ടുകൾ നനച്ചു. ഉദ്യോഗജനകമായിട്ടുള്ള ആ സന്ദർഭത്തിലും
എൻ്റെ നാവിലെറിഞ്ഞ ഉപ്പിൻ്റെ രുചി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ചുട്ടുപഴുത്ത പാറകളിലൂടെ ഞാൻ നടന്നു. റബ്ബർ ബൂട്ടുകൾ ധരിച്ചിരുന്നതുകൊണ്ട് യാതൊരു ശബ്ദവും ഉയർന്നില്ല. മുൻപിലായിട്ട് കാണുന്നത് നിരവധി വളവുകളാണ്. അതെല്ലാം ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് തരണം ചെയ്ത് മുൻപോട്ട് നീങ്ങി. ഓരോ വളവിലും എന്നെയും കാത്ത് അപ്പുറത്ത് എന്താണുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയാം. ഒടുവിൽ മുൻപോട്ട് തള്ളി നിൽക്കുന്നൊരു പാറയുടെ അരികിലെത്തി. അതൊരു ഗുഹയാണെന്ന് പറയുവാനായിട്ട് കഴിയില്ല, ഒരു പാറയുടെ അള്ള എന്ന് പറയാം. അതിനോട് ചുറ്റി അല്പം തുറസായിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ റൂസറ്റ് ബ്രൗൺ നിറത്തിലുള്ള കറുപ്പ് വരകളും കറുപ്പിന് താഴെയായിട്ട് വെളുത്ത അരികുമുള്ള 2 വലിയ പന്തുകൾ അത് പരസ്പരം ഓടിപ്പിടിച്ച് കളിക്കുന്നത് കണ്ടു. അത് ഊർജ്ജസ്വലരായിട്ടുള്ള 2 കടുവക്കുട്ടികളായിരുന്നു. ഞാൻ ആ വഴിയിൽ നിന്നു. കഴിയും പോലെ മൃദുവായിട്ട് റൈഫിൾ സജ്ജമാക്കി. എനിക്ക് പോലും കേൾക്കുവാൻ കഴിയാത്ത റൈഫിളിൻ്റെ കോക്കിംഗ് മാത്രമാണ് അവിടെ ഉയർന്നത്. പക്ഷെ അത് ധാരാളമായിരുന്നു. അവ കുഞ്ഞുങ്ങളാണെങ്കിലും സഹജവാസന എന്ന ഒന്നുണ്ട്. പെട്ടെന്ന് അവർ കളികൾ നിർത്തി വേർപിരിഞ്ഞു. എന്നിട്ട് പരിഭ്രാന്തിയോടെ എന്നെ നോക്കി. ഇപ്പോൾ പോലും എനിക്ക് ഈ രംഗം മനസ്സിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കുട്ടി നിഷ്കളങ്കമായിട്ടുള്ള ആശ്ചര്യത്തോടെയാണ് എന്നെ നോക്കിയത്. എന്നാൽ മറ്റേ കുട്ടി സഹജവാസനയാൽ വളരെ പരിഭ്രാന്തമായിട്ടുള്ള ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. ഇതാ, സർവ്വ നരകവും ഒരുമിച്ച് എൻ്റെ നേർക്ക് പാഞ്ഞു വരുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ആ ശബ്ദം. അതുവരെയും ഉറക്കത്തിലായിരുന്ന അമ്മക്കടുവയെ കുട്ടിയുടെ മുന്നറിയിപ്പ് ഉണർത്തി. ഉഗ്രമായിട്ടുള്ള ഗർജനത്തിൻ്റെ അകമ്പടിയോടെ അവൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു വന്നു. കുഞ്ഞുങ്ങൾക്ക് മുകളിലൂടെ ചാടിയത് എൻ്റെ നേരെയാണ് വരുന്നത്. ഞങ്ങൾ തമ്മിലുള്ള അകലം ഇപ്പോൾ നോക്കിയാൽ കേവലം 26 മീറ്ററിലധികം വരില്ല. അവൾ മുൻപോട്ട് വരികയാണ്. ഞാൻ അതിൻ്റെ കണ്ണുകൾക്കിടയിൽ ദൃഷ്ടി പതിപ്പിച്ചു. അപ്പോഴത് എന്നിൽ നിന്നും 5 മീറ്റർ അകലെ വെച്ച് നിന്നു. പിന്നെ വയറും അമർത്തി നിലത്തേക്ക് കുനിഞ്ഞു. അതിൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. കടുവ വായ വിടർത്തി. അതിൻ്റെ ഗർജനങ്ങളും മുരളിലും ഞാൻ നിന്ന നിലത്തെ തന്നെ വിറപ്പിക്കുവാൻ മതിയായതായിരുന്നു. അതൊരു ലക്ഷണമൊത്ത പെൺകടുവയാണ്. പക്ഷെ തീർച്ചയായിട്ടും അവൾ നരഭോജിയല്ല. അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ ധൈര്യം അവസാന നിമിഷം ചോർന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവൾ എന്നോട് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞു: വേഗം ഇവിടെ നിന്നും പോകൂ. എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കരുത്. അങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ കൊല്ലും. അതോടെ പടിപടിയായിട്ട് ഞാൻ പിൻവാങ്ങി. ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ കണ്ണിൽ നിന്നും ഒരിക്കലും എൻ്റെ കണ്ണുകൾ മാറ്റിയുമില്ല. ഉന്നം പിടിച്ച റൈഫിൾ എൻ്റെ കാഴ്ചകളെ വ്യതിചലിപ്പിക്കാതെ ചൂണ്ടുവിരൽ ട്രിഗറിൽ അമർത്തിക്കൊണ്ട് ഞാൻ മെല്ലെ പിന്മാറി. ആ സമയത്ത് കടുവ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഇരുന്നു. ഞാൻ പോവുകയാണെന്ന് അതിന് മനസ്സിലായതുപോലെ അവൾക്കും എന്നെ ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹമില്ല എന്ന് എനിക്കും മനസ്സിലായി. അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ്. ഒരു പക്ഷേ അത് ഭയപ്പെട്ടിരിക്കാം. ഞാനും ഭയന്നു എന്നത് സത്യമാണ്. എങ്കിലും അവളെ ഇല്ലാതാക്കുവാനോ ആ സുന്ദരമായിട്ടുള്ള സന്തുഷ്ട കുടുംബത്തെ നശിപ്പിക്കുവാനോ ഞാൻ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഞാൻ മെല്ലെ മെല്ലെ പിന്നിലേക്ക് പിൻവാങ്ങുന്നത് തുടർന്നു. കടുവ അപ്പോഴും അലറുന്നുണ്ട്. ഞാൻ അവളുടെ കാഴ്ചയിൽ നിന്നും മറയുന്ന ആദ്യത്തെ പാറയുടെ മൂല തിരിഞ്ഞതും അവിടേക്കിരുന്നതും ഒരുമിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് നിരീക്ഷിക്കുവാനായിട്ട് ആ കടുവ ശ്രമിക്കുന്നുണ്ടോ എന്നറിയുവാനായിട്ട് പിന്നിലേക്കൊന്ന് നോക്കിയാലോ എന്ന് ആലോചിച്ചു. കടുവയുടെ അലർച്ചകൾ നിലച്ചിട്ടുണ്ട്. എങ്കിലും മുരൾച്ച ഇപ്പോഴും കേൾക്കാം. അത് നല്ലതാണ്. കാരണം അവൾ അത് ഉണ്ടാക്കുന്നത് തുടരുന്നിടത്തോളം സമയം എനിക്കറിയാൻ ഞാൻ സുരക്ഷിതനാണെന്ന്. കാരണം അതിപ്പോൾ എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടും അറിയുവാനായിട്ട് കഴിയും. അങ്ങനെ മറ്റൊരു വലിയ പാറയും താണ്ടി ഞാൻ കടന്നുപോയി. പെട്ടെന്ന് മുറുമുറുപ്പുകൾ നിലച്ചു. അവൾ മനസ്സ് മാറ്റി എൻ്റെ പിന്നാലെ വരികയായിരിക്കുമോ? തിടുക്കത്തിൽ പിൻവാങ്ങുന്നതിനിടെ ഞാൻ തിരിഞ്ഞു നോക്കി. മുരൾച്ച നിലച്ചത് പരമാർത്ഥമാണെങ്കിൽ യഥാർത്ഥ അപകടം എൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. 2 സാധ്യതകളാണ് അത് കാണിക്കുന്നത്. ഒന്നുകിൽ അവൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് തിരികെ പോയിരിക്കാം, അല്ലെങ്കിൽ അവൾ എന്നെ പിന്തുടരുവാനായിട്ട് തീരുമാനിച്ചു കാണും. ഞാൻ കഴിയുന്നത്ര വേഗത്തിൽ കുന്നിറങ്ങി. ഇതിനിടയ്ക്ക് പിന്നിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണോടിച്ചു. അധികം താമസിയാതെ മരങ്ങൾ നിറഞ്ഞ പ്രദേശത്ത് വന്നു. അവിടെ നിന്നും ഈന്തപ്പന കാട്ടിലേക്കും പിന്നെ അവിടെ നിന്നും കൊങ്ങിണി വനത്തിലേക്കും പ്രവേശിച്ചു. വന്ന വഴിയിലൂടെ കഷ്ടപ്പെട്ട് ഒടുവിൽ മുളകൾ വഴി പിടിച്ചു കയറി റോഡിൽ എത്തിച്ചേർന്നു. അപ്പോൾ സമയം 4:30 ആയിരുന്നു. എൻ്റെ നിർദ്ദേശപ്രകാരം കൂട്ടാളികൾ ഇതിനോടകം ബെയ്ലൂരിലേക്ക് മടങ്ങിയിരുന്നു. ഇവിടെ നിന്നും ഇരുട്ട് വീഴും മുൻപ് ബെയ്ലൂരിലെത്തണം. അതിന് 9 മൈൽ ദൂരം താണ്ടണം. എങ്കിലും പുക വലിക്കുവാനായിട്ട് തോന്നിയതുകൊണ്ട് 5 മിനിറ്റ് ആ റോഡിൻ്റെ അരികിൽ ഇരുന്നു. ഒരു ആശ്വാസം, അത് ഞാൻ അർഹിക്കുന്നുണ്ട്. ആ കടുവയെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് അതെന്നെ നിർബന്ധിതനാക്കാത്തതിൽ ഞാൻ അതിനോടും നന്ദിയുള്ളവനായിരുന്നു. കാരണം ആ 2 കുഞ്ഞുങ്ങളുടെ കാഴ്ച ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ മായാതെ നിൽപ്പുണ്ട്. ബെയ്ലൂർ ഗ്രാമത്തിൽ എത്തിയപ്പോൾ സമയം 6:30 കഴിഞ്ഞിരുന്നു. അവിടെ എൻ്റെ 3 കൂട്ടാളികളും എൻ്റെ കഥകൾ കേൾക്കുവാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ആ കടുവ എന്നെ ആക്രമിക്കാത്തത് ഒരതിശയമാണെന്ന് അവരും പറഞ്ഞു. ഇനി വനബംഗ്ലാവിലേക്കുള്ള യാത്രയുടെ അവസാന പാദത്തിലേക്ക് ഞാൻ പ്രവേശിക്കേണ്ടിയിരിക്കുന്നു. ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നും പുറപ്പെടുമ്പോൾ ഇരുട്ട് വീണിരുന്നു.
ഈ ഗ്രാമത്തിനും ബംഗ്ലാവിനും ഇടയിലുള്ള റോഡിൽ നിന്നും വളരെ അകലെയാണ് ഒരു ഇരയെ ഞങ്ങൾ കെട്ടിയിട്ടത്. സമയം വൈകിയെങ്കിലും അതുകൂടി ഒന്ന് സന്ദർശിക്കണമെന്ന് എനിക്കപ്പോൾ തോന്നി. എന്തുകൊണ്ടായിരിക്കും ആ തോന്നലുണ്ടായത്? അങ്ങനെ പറയുവാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ തോന്നി, അത്രമാത്രം. കാരണം ഞാൻ രാവിലെ തന്നെ ബേലൂരിലേക്കുള്ള യാത്രക്കിടയിൽ ഇതിനോടകം അവിടെ പോയിട്ട് നോക്കിയതുമാണ്. എങ്കിലും ആ പ്രലോഭനത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പ്രധാന റോഡിൽ നിന്നും ഇരയെ കെട്ടിയ സ്ഥലത്തേക്ക് പോകുന്ന ചെറിയ നടപ്പാതയിലേക്ക് ഞാൻ തിരിഞ്ഞു. ചെറിയൊരു നീലിമയുണ്ടെങ്കിലും ഇരുണ്ട് കാണപ്പെട്ട ആകാശത്തിൽ കാണപ്പെട്ട തിളങ്ങുന്ന നക്ഷത്രങ്ങളിൽ നിന്നുമുള്ള അവ്യക്തമായിട്ടുള്ള വെളിച്ചമൊഴിച്ചു നിർത്തിയാൽ ആ രാത്രി ഇരുണ്ട ഒന്നായിരുന്നു. എനിക്ക് ചുറ്റുമുള്ള കുറ്റിക്കാടുകൾ പ്രേതരൂപങ്ങളെ പോലെ കാണപ്പെട്ടു. കാറ്റു മരങ്ങളെ തലോടിക്കൊണ്ടിരുന്നു. രാത്രിഞ്ചരനായ ഏതോ കൂറ്റൻ നിശാശലഭം വീഴും പോലെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടറ്റ് വീഴുന്ന വലിയ തേക്കിൻ്റെ ഇലകൾ എനിക്ക് ചുറ്റുമായിട്ട് മൃദുലമായിട്ടുള്ള ശബ്ദത്തോടെ നിലത്തേക്ക് വീണു. ഒടുവിൽ ഞാൻ കാളയെ കെട്ടിയിട്ട ചെറിയ ആ കാട്ടത്തിമരത്തിൻ്റെ അടുത്തെത്തി. നിഴലുകൾക്ക് അവിടെ കൂടുതൽ ഇരുളിമയുണ്ടായിരുന്നു. ഒരുതരം മങ്ങിയ തവിട്ട് നിറം പോലെ അവിടെ കാണപ്പെട്ടു. പെട്ടെന്നാണ് ഞാനത് കണ്ടത്. ഞെട്ടലിൽ നിന്നും മുക്തനായപ്പോഴേക്കും അതെൻ്റെ തൊട്ടടുത്തേക്ക് വന്നിരുന്നു. ഞാനതിനെ കണ്ടുമില്ല. ഞാൻ കാളയെ സമീപിച്ച സമയത്ത് അതിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അതിനെ കെട്ടിയ കയർ പരിശോധിക്കുവാനായിട്ട് കാളയുടെ മറുപുറം ചുറ്റി ഞാൻ മറുവശത്തേക്ക് നടന്നു. എൻ്റെ ഭാഗ്യത്തിനാണ് അങ്ങനെ ചെയ്തത്. അടുത്ത നിമിഷം നരഭോജി എൻ്റെയും കാളയുടെയും ഇടയിലേക്ക് പാഞ്ഞു വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ കടന്നു വന്ന അതേ കാട്ടിൽ നിന്നുമാണ് സിരകളെ മരവിപ്പിക്കുന്ന വൂഫ് ശബ്ദമുയർത്തി അത് കുതിച്ചു വന്നത്. കാള നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങി. ഞാൻ വേഗം അതിൻ്റെ പിറകിലേക്ക് ചാടി മാറി. എന്നിട്ട് അത്തിമരത്തിൽ കെട്ടിയ കയറിന് മുകളിലൂടെ എടുത്തു ചാടി. ചാരനിറത്തിലുള്ള ഒരു വലിയ രൂപം കാളയുടെ പിൻഭാഗത്തായിട്ട് പതിച്ചു. പൊടുന്നനെ തൻ്റെ മേൽ വന്നു വീണ ഭാരം മൂലം അത് നിലത്തേക്ക് വീണുപോയി. അതേ സമയത്ത് കാളയുടെ കഴുത്തിലോ തൊണ്ടയിലോ ആ കടുവ ആക്രമിച്ചില്ല. അതിൻ്റെ ലക്ഷ്യം ഞാനായിരുന്നു. കാളയുടെ മറുവശത്തായിട്ട് നിൽക്കുന്ന എനിക്ക് നേരെയാണത് ചാടിയതും. എൻ്റെ ഭാഗ്യത്തിന് അതിൻ്റെ ലക്ഷ്യം ഞങ്ങൾ ഇരുവർക്കുമിടയിൽ നിൽക്കുന്ന കാളയുടെ പൂഞ്ഞയിൽ തട്ടി വഴിമാറി. അല്ലായിരുന്നുവെങ്കിൽ നിമിഷത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ ഇരയാകുമായിരുന്നു. വീണുപോയ കാളയുടെ ദേഹത്തു നിന്നും കടുവ കുതിച്ചെഴുന്നേറ്റതും എൻ്റെ ബുള്ളറ്റ് അതിൻ്റെ കണ്ണുകൾക്കിടയിൽ പതിച്ചു. ഒരു ഞെട്ടലോടെ അത് പിന്നിലേക്ക് വളഞ്ഞുപോയി. അപ്പോഴും അത് നിലത്ത് കിടക്കുന്ന കാളയുടെ വിലങ്ങനെയാണ് കിടക്കുന്നത്. കാളയാകട്ടെ സർവ്വശക്തിയും ഉപയോഗിച്ച് കടുവയെ മുതുകിൽ വെച്ചുകൊണ്ട് എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ കഴിഞ്ഞില്ല. അത് തളർന്ന് വീണ്ടും നിലത്തേക്ക് വീണു. യാന്ത്രികമെന്നോണം ചിന്താശേഷി നഷ്ടപ്പെട്ട് ഞാൻ കടുവയുടെ ഇടതു തോളിന് പിന്നിലായിട്ട് മർമ്മസ്ഥാനത്ത് രണ്ടാമത്തെ വെടിവെച്ചു. ആ വെടിയേറ്റ് കാള നിശ്ചലമായി. മൂന്നാമത്തെ വെടി തൊണ്ടയിൽ പതിഞ്ഞതും നരഭോജി കാളയുടെ മുതുകിൽ നിന്നും എൻ്റെ നേർക്ക് നിരങ്ങി വന്നു. കാള പിന്നെ അനങ്ങിയതേയില്ല. കടുവ ഞെട്ടിവിറച്ച് കാലൊന്ന് ചവിട്ടി നിവർത്തി. അതോടൊപ്പം സർവ്വതും നിശ്ചലമായി. എൻ്റെ ആദ്യത്തെ ബുള്ളറ്റ് കടുവയുടെ തലയോട്ടി തകർത്തുവെന്ന് റൈഫിളിലെ ടോർച്ചിൽ നിന്നുമുള്ള വെളിച്ചം വെളിപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ 405 ബുള്ളറ്റ് കടുവയുടെ നെഞ്ചിൻ്റെ ഒരു വശവും ഉഴുതുമറിച്ച് മറുപുറം കടന്ന് കാളയുടെ ദേഹത്ത് ഒരു വലിയ ദ്വാരവും സൃഷ്ടിച്ചാണ് കടന്നുപോയത്. മൂന്നാമത്തെ ബുള്ളറ്റ് തീർത്തും അനാവശ്യമായിരുന്നു. അത് കടുവയുടെ തൊണ്ടയിലൂടെ ഒരു വിടവുണ്ടാക്കിയാണ് പോയത്. എന്നാൽ ഇതിനിടയിൽ എൻ്റെ ജീവൻ രക്ഷിച്ച ആ പാവം കാളയെ മനസ്സറിയാതെ ഞാൻ കൊന്നുകളഞ്ഞു. എൻ്റെ കൈകളും കാൽമുട്ടുകളും കിലുകിലെ വിറയ്ക്കുന്നു. പെട്ടെന്നെനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. അന്ന് വൈകുന്നേരത്തെ അലച്ചിലിനും അപകടത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം പെട്ടെന്നുണ്ടായ ഈ സംഭവം അപ്രതീക്ഷിതമായിരുന്നു. എൻ്റെ ഹൃദയത്തിന് താങ്ങുവാനായിട്ട് കഴിയാത്തത്. ഞാൻ ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്കിരുന്നു. എന്നിട്ട് കൈ ഉയർത്തി നെറ്റിയിൽ വെച്ചു. മഞ്ഞ് പോലെ തണുപ്പാണ് അനുഭവപ്പെട്ടത്. എത്ര നേരം ആ ഇരിപ്പ് ഇരുന്നുവെന്ന് എനിക്കറിയില്ല. ഞാൻ പൈപ്പ് തപ്പി. അത് നിറച്ച ശേഷം കത്തിച്ചു. ആദ്യത്തെ കുറച്ച് പഫ്സ് നിർജ്ജീവമായിട്ടുള്ള എൻ്റെ ഞരമ്പുകളെ ത്രസിപ്പിച്ചു. വൈകാതെ സ്ഥിരത വീണ്ടെടുത്ത് എനിക്ക് റോഡിലേക്ക് നടക്കുവാനും അവിടെ നിന്നും ബേലൂർ ഗ്രാമത്തിലേക്ക് നടക്കുവാനും കഴിഞ്ഞു. അവിടെ കണ്ട കാഴ്ച ഇതാണ്. തെരുവുകളിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങൾ വലിയ ആവേശത്തോടെയും അതോടൊപ്പം പ്രതീക്ഷയോടെയും എൻ്റെ വരവും നോക്കി നിൽക്കുന്നു. ചുറ്റുപാടുമുള്ള കുന്നുകൾ എൻ്റെ 3 ഷോട്ടുകളുടെ ശബ്ദത്തെ തടയുവാനായിട്ട് പര്യാപ്തമായിരുന്നില്ല. താഴ്വരകളിലും പാറ വരമ്പുകളിലും തട്ടിയത് പ്രതിധ്വനിച്ചു. ബംഗ്ലാവിലേക്കുള്ള വഴിയിൽ വെച്ച് നരഭോജി എന്നെ ആക്രമിച്ച് കാണുമെന്നാണ് അവർ ഊഹിച്ചത്. എങ്കിലും അത് നരഭോജിയാണോ അതോ കരടിയോ ആനയോ ആണോ എന്നവർക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ ആ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വന്നതും എന്നെ സ്വാഗതം ചെയ്യുവാനായിട്ട് അവർ മുൻപോട്ട് പാഞ്ഞു വന്നു. ഏറ്റവും മുൻപിലുള്ളത് എൻ്റെ 3 സഹായികളാണ്. ഞാൻ ആ വഴിയരികിൽ ഇരുന്നു കൊണ്ട് അവരോട് നടന്ന കഥകളെല്ലാം വിവരിച്ചു. അവരുടെ ചുണ്ടിൽ നിന്നും അമ്പരപ്പിൻ്റെയും അവിശ്വസനീയതയുടെയും ശബ്ദങ്ങൾ ഉയർന്നു. അതിനെ തുടർന്ന് അവരുടെ അഭിനന്ദനങ്ങളും അതോടൊപ്പം എനിക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ദൈവത്തിനുള്ള നന്ദിയും ഉയർന്നു. വൈകാതെ ചൂടുപാല് നിറച്ച ഒരു ചട്ടി എൻ്റെ മുൻപിലെത്തി. കൂടെ ഒരു കുല വാഴപ്പഴവും. ഇതൊന്നും വിലപിടിപ്പുള്ള സമ്മാനങ്ങളല്ല.
പക്ഷെ അത് കാണിക്കുന്നത് ഗ്രാമീണരുടെ ഹൃദയംഗമമായിട്ടുള്ള നന്ദിയും സ്നേഹവുമാണ്. അടുത്ത അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കടുവയെ ഇവിടേക്ക് കൊണ്ടുവരുവാനായിട്ട് ഗ്രാമത്തിലെ മുഴുവൻ മണ്ണെണ്ണ വിളക്കുകളും ടോർച്ചുകളും വലിയൊരു മരക്കഴയും കയറുകളും അവിടെ എത്തപ്പെട്ടു. ഞങ്ങൾ വീണ്ടും സംഭവ സ്ഥലത്തേക്ക് പോയി. 50-ലധികം ആളുകളാണ് വിചിത്രമായിട്ടുള്ള രംഗത്തിന് സാക്ഷികളായത്. അവരുടെ എല്ലാവരുടെയും വായകൾ ആശ്ചര്യം മൂലം തുറന്നപടി കാണപ്പെട്ടു. ജെയ്ക്കൻ്റെ അവസ്ഥ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇതിനോടകം വെടിയുണ്ടകൾ തകർത്ത കടുവയുടെ മേൽ അവൻ തൻ്റെ കത്തി ഉപയോഗിച്ച് ആഞ്ഞുകുത്തി. ചർമ്മത്തിന് കൂടുതൽ കേടുപാടുകൾ വരാതിരിക്കുവാനായിട്ട് വളരെ സൗമ്യമായിട്ടും എന്നാൽ ബലം പ്രയോഗിച്ച് ഞാൻ അവനെ വലിച്ചു മാറ്റി. അതിനുശേഷം അവൻ പൊട്ടിക്കരയുവാൻ തുടങ്ങി. തൻ്റെ കൊല്ലപ്പെട്ട ഭാര്യയെ ഓർത്തായിരുന്നു ആ കരച്ചിൽ. ശക്തനും ധീരനുമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഹൃദയം തകർന്നുള്ള കരച്ചിൽ കാണുക എന്നത് അത്ര സുഖമല്ല. ഇതൊരു പകർച്ചവ്യാധി പോലെയാണ്. എൻ്റെ തൊണ്ടയിലും വിചിത്രമായിട്ടുള്ള ഒരു മുഴ ചലിക്കും പോലെ എനിക്ക് തോന്നി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അധികമൊന്നും പറയുവാനില്ല. പിറ്റേന്ന് രാവിലെ ബംഗ്ലാവിലേക്ക് എന്നെ കാണുവാനായിട്ട് വരുന്നതിൻ്റെ ഇടയിൽ തലേന്ന് രാത്രി ഞാൻ റോഡിൽ നിന്നും ഇടവഴിയിലേക്ക് കയറിയ സ്ഥലം കൂടി സന്ദർശിച്ചാണ് ജെയ്ക്കൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ഒരു 50 അടിയോളം അതുവഴി പോയപ്പോൾ പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം നൽകുവാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു സ്റ്റാർ പ്ലം മുൾപടർപ്പിൻ്റെ പിന്നിലേക്ക് അവൻ നടന്നു. അതിൻ്റെ പിന്നിലായിരുന്നു തലേന്ന് രാത്രി നരഭോജി പതിയിരുന്നത് എന്നവൻ കണ്ടെത്തി. അതിൻ്റെ അർത്ഥം അതെൻ്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ റോഡിലൂടെ വരുന്നത് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ കേട്ടുകൊണ്ടോ. താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ജെയ്ക്കൻ എന്നോട് പറഞ്ഞു. അതൊന്ന് നേരിൽ കണ്ട് പരിശോധിക്കുവാനായിട്ട് ഞാനും അവനോടൊപ്പം അവിടേക്ക് നടന്നു. അവൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. അവിടെയുള്ള മൃദുവായിട്ടുള്ള മണ്ണിൽ കടുവയുടെ അടയാളങ്ങൾ വളരെ വ്യക്തമായിട്ടും കാണാമായിരുന്നു. അതേ സമയത്ത് സ്റ്റാർ പ്ലം കുറ്റിക്കാടിന് കീഴെയുള്ള നേർത്ത പുല്ലുകളും കളകളും കടുവയുടെ ശരീരഭാരം മൂലം ഭാഗികമായിട്ട് പതിഞ്ഞ നിലയിൽ കാണപ്പെട്ടു. അവിടെ ഇരുന്നു കൊണ്ട് അതിൻ്റെ വരവ് നിരീക്ഷിക്കുകയായിരുന്നു. നരഭോജി അവിടെ പതിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ 12 മണിക്കൂറിലധികം കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ചില ആളുകൾ എന്നോട് പലപ്പോഴും പറയാറുണ്ട്, ദൈവികമായിട്ടുള്ള സംരക്ഷണം അല്ലെങ്കിൽ നമുക്ക് മാർഗനിർദ്ദേശം തരുന്നൊരു സ്വരം, ആത്മാവ്, അവബോധം, അതുമല്ലെങ്കിൽ 6ാം ഇന്ദ്രിയം എന്നൊക്കെ പറയുന്ന ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്ന്. അവരോട് എനിക്കിതേ പറയുവാനുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളത് വിചാരിക്കുക. ദൈവികമായ ഒരു സംരക്ഷണം ഉണ്ട് എന്നുള്ളത് സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിശ്വാസികൾ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് എനിക്കും ബുദ്ധിമുട്ടാണ്. രാമപുരത്തെ നരഭോജിയുടെ കഥ ഇവിടെ തീരുന്നു. വൈകാതെ മറ്റൊരു കഥയെ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.